നെഗറ്റീവ് എനർജികളെ നമ്മൾ ഒഴിവാക്കുക, അതിനെ തടയിടുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. വീടിന് നേരെ നിൽക്കുന്ന ഒറ്റത്തടിയായിട്ടുള്ള ഒരു വൃക്ഷം, അതൊക്കെ നെഗറ്റീവായിട്ടുള്ള എനർജികൾ കൊണ്ടുവരും. 8 ദിക്കുകളുള്ള സെന്ററിൽ ഒരു കണ്ണാടി വരുന്ന ബാഗ്വ മിറർ എന്നാണ് അതിന് പറയുന്നത്. അത് പ്രധാന ഡോറിന് മുകളിൽ സ്ഥാപിക്കുക. ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജിയെ ഒഴിവാക്കാനായിട്ട് നല്ലൊരു ടൂളായിട്ട് ഇതിനെ കണക്കാക്കുന്നു. ചിലർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട് കണ്ടിട്ട് ഒരു അസൂയ. അപ്പൊ അത്തരത്തിലുള്ളവർക്ക് നമുക്ക് അവിടെ ദൃഷ്ടി തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ടർക്കിഷ് ബ്ലൂ ഐ എന്ന് പറഞ്ഞിട്ട് ഒരു സിമ്പല് നമുക്ക് ഫെങ്ഷുയിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഈ ദൃഷ്ടി ദോഷം മാറാനും ഇത് നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ദോഷം വരുന്നതിനെ ക്ലിയർ ആക്കി എടുത്തു കഴിഞ്ഞാൽ ആ ദോഷത്തിൽ നിന്ന് മറികടക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമസ്കാരം. പ്രശസ്ത വാസ്തു ഫെങ്ഷുയി കൺസൾട്ടന്റായി സുരേഷ് സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം സർ. സർ, ഒരു വീട്ടിൽ അനുഭവപ്പെടുന്ന നെഗറ്റിവിറ്റി അത് നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് പുറത്ത് കളയാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്? നമുക്ക് ഒരു വീടിന്റെ കൺസൾട്ടിങ്ങിന് പോകുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിന്റെ പ്രധാന കവാടത്തെയോ ഈ വീടിനെയോ ലക്ഷ്യമാക്കി എന്തൊക്കെ തരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ പുറത്തു നിന്ന് വരുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. അതിനെ ക്ലിയർ ചെയ്താതെ എന്തൊക്കെ ടൂൾസ് എവിടെയൊക്കെ വെച്ചിട്ടും യാതൊരു പ്രയോജനവുമില്ല. ആദ്യം ഈ വരുന്ന നെഗറ്റീവ് എനർജികളെ നമ്മൾ ഒഴിവാക്കുക, അതിനെ തടയിടുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പം ഒരു പ്രധാന ഡോറാണ് ഒരു വീട്ടിന്റെ ഏറ്റവും പ്രോസ്പെരിറ്റി ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ മൗത്ത്, നമ്മുടെ വായിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഫുഡാണ് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് പോലെ ഒരു വീട്ടിലേക്ക് വരുന്ന പോസിറ്റീവ് ആയിട്ടുള്ള എനർജികൾ, ആ എനർജിയാണ് ആ വീട്ടിന്റെ ആരോഗ്യം അല്ലെങ്കിൽ സൗഭാഗ്യം, സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പൊ ആ മെയിൻ ഡോറിലേക്ക് കടന്നു വരുന്ന എനർജി നെഗറ്റീവ് എനർജി ആണെങ്കിലോ, അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള നെഗറ്റീവ് എനർജി വരാം, അതിനെങ്ങനെ തടയിടാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ടീ റോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് വീടിന്റെ പ്രധാന വാതിലിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റോഡ് വരികയാണ്. റോഡ് വന്നിട്ട് വീടിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് 2 സൈഡിലായിട്ട് അങ്ങ് പോവുകയാണ്. അപ്പൊ ഇതിന്റെ നേരെ ഉള്ളത് നമ്മുടെ വീടാണ്. അപ്പൊ അതിനെയാണ് ടീ റോഡിലുള്ള വീടെന്ന് പറയുന്നത്. അപ്പൊ ആ വീട്ടിലേക്കുള്ള നെഗറ്റീവ് എനർജി ഷാച്ചി എന്ന് പറയും, ഷാച്ചി. അപ്പൊ നെഗറ്റീവ് എനർജി വന്ന് നമ്മളെ ഇങ്ങനെ ഹിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും വീടിന്. അപ്പൊ നമ്മുടെ പ്രോസ്പെരിറ്റി എല്ലാം ഇത് ഇല്ലാതാക്കിക്കൊണ്ടേയിരിക്കും. നെഗറ്റീവ് എനർജിയാണ് നമ്മുടെ വീട്ടിലേക്ക് കടന്ന് വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു റോഡ്, അതേപോലെ തന്നെ നമ്മുടെ വീടിന്റെ പ്രധാന വാതിലിന് നേരെ നമുക്കൊരു ഇലക്ട്രിക് പോസ്റ്റ് ആണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോമർ ആണ് നിൽക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ളതും ഒരുപാട് നെഗറ്റീവ് എനർജികൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരും. അതേപോലെ തന്നെ വീടിന് നേരെ നിൽക്കുന്ന ഒറ്റത്തടിയായിട്ടുള്ള ഒരു വൃക്ഷം, അതൊക്കെ നെഗറ്റീവായിട്ടുള്ള എനർജികൾ കൊണ്ടുവരും. അതേപോലെ തന്നെ മറ്റൊരു വീടിന്റെ കോടി നമ്മുടെ വീടിന്റെ മെയിൻ ഡോറിലേക്കാണ് വന്ന് കുത്തുന്നത്. മനസ്സിലായല്ലേ? അപ്പൊ അത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള എനർജികൾ, അതെല്ലാം ഒരുപാട് നെഗറ്റീവായിട്ടുള്ള എനർജികളാണ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിന് തടയിടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാന ഡോറിന് മുകളിൽ 8 സൈഡുകളുള്ള, അതായത് 8 ദിക്കുകളുള്ള സെന്ററിൽ ഒരു കണ്ണാടി വരുന്ന ബാഗ്വ മിറർ എന്നാണ് അതിന് പറയുന്നത്. അത് പ്രധാന ഡോറിന് മുകളിൽ സ്ഥാപിക്കുക. വെളിയിലാണ്, വീടിനകത്തല്ല, പ്രധാന ഡോറിന് വെളിയിൽ ഡോറിന്റെ മുകളിൽ ഇത് സ്ഥാപിക്കുക. എന്നിട്ട് ഇതിന്റെ ലെഫ്റ്റും റൈറ്റും ഓരോ ഫ്യൂഡോക്സ് സിമ്പിൾസ് വെക്കുക. അപ്പം ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജിയെ ഒഴിവാക്കാനായിട്ട് നല്ലൊരു ടൂളായിട്ട് ഇതിനെ കണക്കാക്കുന്നു. ഇനി നമ്മുടെ മെയിൻ ഡോറിന്റെ നേരെ അല്ല വരുന്നത്, വേറൊരു ഭാഗത്താണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെയും നമുക്കൊരു ബാക്വമർ കൊണ്ടുപോയി സ്ഥാപിക്കാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ ബാക്വമർ വെക്കേണ്ടതായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ചില വീടുകളിലുണ്ട്. അവിടെ നമുക്ക് ഒന്നിൽ കൂടുതൽ ബാക്വമർ വെക്കാം. ഇനി ചിലർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട് കണ്ടിട്ട് ഒരു അസൂയ, അങ്ങനെ ഉള്ളത് കണ്ണ് തട്ടുമെന്ന് പറയും. അപ്പൊ അത്തരത്തിലുള്ള കണ്ണ് തട്ടും. പിന്നെ വീടിന്റെ ചില ഫ്ലൈങ് സ്റ്റാർ നമ്പറുകൾ വീടിന്റെ ചില ദിക്കുകളിൽ വരുമ്പോഴത്തേക്കും മറ്റുള്ളവരുടെ കണ്ണ് തട്ടും. അപ്പൊ നമുക്ക് പുറമേ നിന്ന് നോക്കുന്നവരുടെ കണ്ണിൽ നമ്മുടെ ഉള്ളതിനേക്കാൾ സമ്പത്തുണ്ടെന്ന് അവർക്ക് തോന്നുകയും നമ്മളോടൊരു അസൂയ ജനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസരങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളവർക്ക് നമുക്ക് അവിടെ ദൃഷ്ടി തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടർക്കിഷ് ബ്ലൂ ഐ എന്ന് പറഞ്ഞിട്ട് ഒരു സിമ്പല് നമുക്ക് ഫെങ്ഷുയിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. അത് വീടിന്റെ പ്രധാന വാതിലിന്റെ സമീപത്ത് മറ്റൊരാൾ നമ്മുടെ വീട്ടിലേക്ക് നോക്കുമ്പോൾ ആദ്യം ഇത് കാണണം. ആ രീതിയിൽ കുറച്ച് ചെറുതെന്ന് വാങ്ങിച്ചിട്ട് ഒരു കാര്യമില്ല, കുറച്ച് വലുതാണ്. മറ്റുള്ളവർ നോക്കുമ്പോൾ കാണുന്ന രീതിയിൽ കുറച്ച് വലിയൊരു ബ്ലൂ ഐ ആ ഭാഗത്ത് ഇടുകയാണെങ്കിൽ ഈ ദൃഷ്ടി ദോഷം മാറാനും ഇത് നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. അതേപോലെ തന്നെ വാതിലിന് സമീപത്തായിട്ടിരിക്കുന്ന വസ്തുക്കൾ, വാതിലിന്റെ സമീപത്തായിട്ടിരിക്കുന്ന ഇപ്പോൾ ഭൂരിഭാഗം വീടുകളിൽ കണ്ടുവരുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഷൂറാക്കാണ്.
ഷൂ റാക്കാണ്. അപ്പൊ ഷൂ റാക്ക് എന്ന് പറഞ്ഞാൽ വാതിലിന്റെ സമീപത്ത് തുറന്നു വെച്ചാൽ ചിലപ്പോൾ കുറേ ചെരുപ്പുകൾ അതിന്റെ വെളിയിലിട്ടാക്കും. ഷൂകളും ചെരുപ്പുകളായിട്ട് അതിന്റെ വെളിയിൽ കാണും. അതിനകത്ത് കുറെ അടുക്കി വെച്ചാക്കും. ഇതൊന്ന് വരുന്ന ഒരു എനർജി നമുക്കറിയാം. ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളിൽ നിന്നും ഒരു എനർജി പുറത്തോട്ട് വരുന്നുണ്ട്. അത് പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. അപ്പൊ ഈ വരുന്ന നെഗറ്റീവ് എനർജികളാണ് നമ്മുടെ വീടിന്റെ വാതിലിലൂടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ ഒഴിവാക്കുക. അതേപോലെ തന്നെ ചിലർ വീടിന്റെ വാതിലിന്റെ സമയത്ത് തന്നെ ചൂല് കൊണ്ട് ചാരി വെച്ചിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള സാധനങ്ങൾ ചിലർ എന്ത് ചെയ്യും, പണിയായുധങ്ങൾ, കുന്താലിയും മട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കും. അപ്പൊ അത്തരത്തിലുള്ളതെല്ലാം ഒഴിവാക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് വാതിലിന്റെ നേരെ പൊട്ടിയ ടൈലുകൾ അതെല്ലാം നമ്മൾ ഒഴിവാക്കണം. അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ഡാമേജ് ആയിട്ടുള്ളത്, ഇപ്പൊ ഞാൻ നേരത്തെ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞു, ഒരു ഫോട്ടോസ്റ്റാറ്റ് മിഷൻ കേടായത് കൊണ്ടുവന്ന് പ്രധാന വാതിലിന്റെ സമീപത്ത് കൊണ്ട് വെച്ചാക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സകല സാധനങ്ങളും ഒഴിവാക്കി വാതിലിന്റെ അവിടെ നല്ല വൃത്തിയായിട്ടും ശുദ്ധിയായിട്ടും. ഇനി ഒരുപാട് വീടുകൾ കണ്ടിരുന്ന വേറൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പ്രധാന ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ദ്രവിച്ച് ചെതിലെടുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് ഒരു ഭയങ്കര നെഗറ്റിവിറ്റിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗഭാഗ്യത്തെ മൊത്തവും, അത് നമ്മുടെ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു, നമുക്കൊരു ദോഷം വരുന്നു എന്നുള്ളതിന്റെ മുന്നറിയിപ്പാണത്. ഇപ്പൊ നമുക്ക് അങ്ങനെ പല കാരണങ്ങളാലും സംഭവിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിനെ ക്ലിയർ ആക്കി എടുക്കുക. ഇപ്പൊ നമുക്കൊരു ദോഷം വരുന്നതിനെ ക്ലിയർ ആക്കി എടുത്തു കഴിഞ്ഞാൽ ആ ദോഷത്തിൽ നിന്ന് മറികടക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ആ രീതിയിൽ ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ചില കാര്യങ്ങള് ഈ ടൈല് പൊട്ടുന്നതൊക്കെ നമ്മൾ അതൊക്കെ അപ്പോഴപ്പോഴും നമ്മൾ മാറ്റുക. അതാണെങ്കിൽ തന്നെ ഒരുപാട് മുഷിഞ്ഞ ഇതായ ചവിട്ടി, അപ്പൊ അങ്ങനെയുള്ളതെല്ലാം മാറ്റുക. അതാണെങ്കിൽ തന്നെ ഓരോ ദിക്കിനും അനുയോജ്യമായിട്ടുള്ള ചവിട്ടിയുടെ നിറങ്ങളുണ്ട്. അപ്പൊ ആ ഫംഗ്ഷൻ പ്രകാരം അത് ഏത് നിറമാണ് നമുക്ക് പ്രോസ്പെരിറ്റി ഉള്ളതെന്ന് കണ്ടിട്ട് അത് എടുക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ഈ വർഷം വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്കൊരു റെഡ് കളർ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് നെഗറ്റിവിറ്റി ആണ് അത് ഉണ്ടാക്കുന്നത്. അതേസമയം കിഴക്ക് ഭാഗത്ത് ഒരു ബ്ലൂ ആണെന്നുണ്ടെങ്കിലോ അത് നമുക്ക് ഇവിടെ വരുന്ന എലമെന്റ് എന്ന് പറയുന്നത് ഫയർ ആണ്. അപ്പൊ അത് ബ്ലൂ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ റെഡ് മാറ്റ് ഇടാം. അപ്പൊ അങ്ങനെ നമ്മൾ അതിനെയും കൂടെ ഒരു പ്രാധാന്യം കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. സാർ, അപ്പം ഈ ടൂൾസിനെ പറ്റി അറിയാത്തവർക്ക് ഇതിലും സാർ അത് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. എന്തൊക്കെ ടൂൾസ് നമുക്ക് ഉപയോഗിച്ച് ഈ നെഗറ്റിവിറ്റി മാറ്റി നമുക്ക് പറ്റുന്ന രീതിയിൽ പോസിറ്റിവിറ്റി വളരെ സിമ്പിൾ ആയിട്ട് കൊണ്ടുവരാന്നുള്ളത് മെൻഷൻ ചെയ്തിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. സാറിനെ കൺസൾട്ട് ചെയ്യേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.